ഇന്ന് നമ്മളൊരു ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ നെയ്മീനാണ് എടുത്തത്. നെയ്മീൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം കഴുകി വൃത്തിയാക്കി സിമ്പിൾ മസാലകൾ മാത്രം തേച്ച് പിടിപ്പിച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ശേഷം അതേ ഓയിലിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സവാള, തക്കാളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് മസാലപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. നേരത്തെ നമ്മൾ ഇട്ട മസാലയുടെ എല്ലാം പച്ചമണം മാറിയ ശേഷം അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊരു ഗ്രേവി ടൈപ്പാക്കി എടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും അരമുറി നാരങ്ങയും പിഴിഞ്ഞൊഴിക്കുക. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മസാല തയ്യാറാക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബിരിയാണി പോട്ടിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഓരോ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോ ലെയറിന് മുകളിലൂടെയും നമുക്ക് കുറച്ച് നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂ നട്ട്സ്, മുന്തിരി, സവാള ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും എല്ലാം ഈ റൈസിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ റൈസ് ഓരോ ലെയർ നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ ബിരിയാണി പോട്ട് ഒന്ന് അടച്ച് വെക്കുക. 15 മിനിറ്റ് മൂടി വെച്ച ശേഷം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്